ഇവിടെ LDFന്റെയും UDFന്റെയും 2 സ്ഥാനാർത്ഥികളായി 2 പേരെ പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു ഫോട്ടോ ഇന്ന് കൈമാറുന്നുണ്ട്. ആ ഫോട്ടോ എന്ന് പറയുന്നത് ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു, ഇപ്പോഴത്തെ LDFന്റെ സ്ഥാനാർത്ഥി. കാരണം ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചപ്പോൾ ഒരു അദൃശ്യ ശക്തിയുടെ സഹായത്തോടു കൂടി ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ LDFന്റെ സ്ഥാനാർത്ഥിയുടെ പിക്ചർ മാധ്യമപ്രവർത്തകരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് കൈമാറാൻ തയ്യാറാണ്. നമുക്ക് CPM മലപ്പുറത്ത് പല ലീഗുകാരെയും സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ഒന്നുകിൽ ലീഗിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടവരാണ്. എന്നാൽ ഇവിടെ LDFന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ അദൃശ്യനായ ഒരു മുസ്ലിം ലീഗുകാരനാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയത്ത് വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് നല്ലവരായിട്ടുള്ള സഖാക്കന്മാർ ചിന്തിക്കുക, നിങ്ങളുടെ വോട്ടുകൾ അങ്ങനെ ഒരാൾക്ക് കൊടുക്കണമോ വേണ്ടയോ, അതോ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ അടുത്തെറിയണമോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനകത്ത് ചോദിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.